10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഞ്ചാരിയായ അഹമ്മദ് ബിൻ ഫദ്ലാന്റെ അനുഭവങ്ങളും വൈക്കിംഗ് യോദ്ധാക്കളുടെ കഥകളും ഇണക്കിച്ചേർത്ത് മൈക്കിൾ ക്രൈറ്റൺ എന്ന അമേരിക്കൻ സാഹിത്യകാരൻ എഴുതിയ 1976 പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലാണ് ഈറ്റേഴ്സ് ഓഫ് ദി ഡെഡ്. ദൂരെ വടക്കുള്ളൊരു നാടിനെയാകെ ഭീതിയിലെഴുതിയ വെൻഡോളുകൾ എന്ന ഭീകരസത്വങ്ങളെ നേരിടാൻ 12 വൈക്കിംഗ് പോരാളികളോടൊപ്പം അഹമ്മദിനും അവിടേക്ക് പോവേണ്ടി വരുന്നതും തുടർന്നുണ്ടാകുന്ന രസകരവും ഭീതിജനകവുമായ സംഭവങ്ങളാണ് നോവലിന്റെ പ്രമേയം. മൈക്കിൾ ക്രൈറ്റന്റെ ഇതേ നോവലിനെ ആസ്പദമാക്കി 2006 പുറത്തു വന്ന സിനിമയാണ് ദി 13th വാരിയർ. വളരെ പണ്ട് നടന്നൊരു കഥയാണിത്. പണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 10 നൂറ്റാണ്ടുകൾക്ക് മുൻപ്. അന്ന് ബാഗ്ദാദിലെ ഖലീഫയുടെ സഭയിലെ കവിയായിരുന്ന അഹമ്മദ് ബിൻ ഫദ്ലാൻ വിവാഹിതയായ ഒരു സ്ത്രീയുമായി പ്രണയത്തിലായി. പക്ഷേ ഇക്കാര്യം മനസ്സിലാക്കിയ ആ സ്ത്രീയുടെ ഭർത്താവ് ഇതേക്കുറിച്ച് ഖലീഫയോട് പരാതിപ്പെട്ടു. പരാതി അറിഞ്ഞ ഉടൻ തന്നെ ഖലീഫ അഹമ്മദിനെ തൻ്റെ സ്ഥാനപതിയായി പടിഞ്ഞാറൊരു ദേശത്തേക്ക് പറഞ്ഞയച്ചു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതൊരു നാടുകടത്തൽ തന്നെയായിരുന്നു. ആ യാത്രയിൽ അയാളെ വഴി കാണിക്കാൻ തൻ്റെ അച്ഛൻ്റെ പഴയ സുഹൃത്തായ മെൽക്കിസിദക്കും അയാൾക്കൊപ്പമുണ്ടായിരുന്നു. യാത്രാമധ്യേ തർത്താറുകൾ എന്ന കൊള്ളസംഘത്തിന് മുന്നിൽ പെട്ടുപോകുന്ന അഹമ്മദും സംഘവും രക്ഷപ്പെട്ട് ഓടിയെത്തുന്നത് ഒരു നദീതീരത്തേക്കാണ്. അപ്പോഴാ നദിയിലൂടെ ഒഴുകി വരുന്ന കൂറ്റൻ നൗക കണ്ട് തർത്താറുകൾ ഭയന്ന് പിന്മാറി. ആരാണവർ, എന്തുകൊണ്ടാണവർ ഭയന്ന് പിന്മാറിയത് എന്ന് അഹമ്മദ് കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു. ക്രൂരന്മാരായ വൈക്കിംഗ് പോരാളികളാണവർ. അവരുടെ കൺവെട്ടത്ത് നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് അക്കൂട്ടത്തിലെ മുതിർന്നൊരു മനുഷ്യൻ പറഞ്ഞു. പക്ഷെ താനൊരു സ്ഥാനപതിയല്ലേ, മനുഷ്യരെ കണ്ട് ഭയന്നോടുകയല്ല തൻ്റെ ലക്ഷ്യം, സംസാരിച്ചവരുമായി സൗഹൃദം സ്ഥാപിക്കലാണ്. ഇക്കാരണം കൊണ്ട് തന്നെ മെൽക്കിസിദക്കിനൊപ്പം ആ മനുഷ്യരെ ചെന്ന് കാണാൻ അഹമ്മദ് തീരുമാനിച്ചു. വൈകുന്നേരത്തോടെ വൈക്കിങ്ങുകൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവർ ഇരുവരും എത്തുമ്പോൾ വലിയ ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു അവിടെ. മദ്യത്തിൻ്റെ ഗന്ധവും അട്ടഹാസങ്ങളും നിറഞ്ഞു നിന്ന ആ കൂടാരത്തിലൂടെ നിങ്ങളുടെ നേതാവ് ആരാണ് എന്ന് അന്വേഷിച്ച് അവർ ഇരുവരും നടന്നു. ഒടുവിൽ ഹെർഗർ എന്ന വൈക്കിംഗ് യോദ്ധാവാണ് തങ്ങളുടെ രാജാവ് മരിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് എന്നും അവരോട് പറയുന്നത്. മരണം ആഘോഷമാക്കാൻ ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് സംശയിച്ചു നിന്ന അഹമ്മദിനോട്, നിങ്ങളൊരു കവിയല്ലേ, എൻ്റെ അച്ഛന് വേണ്ടി ഒരു കവിത ചൊല്ലുവാൻ ബുൾവൈ എന്ന യോദ്ധാവ് ആവശ്യപ്പെട്ടു. തൻ്റെ അച്ഛൻ്റെ മരണത്തോടെ ബുൾവൈ ആയിരുന്നു ആ സംഘത്തിൻ്റെ പുതിയ നേതാവ്. നന്നേ ഭയന്ന് നിന്നിരുന്ന അഹമ്മദ് ഉടനെ തന്നെ മരണത്തെക്കുറിച്ചൊരു കവിത ചൊല്ലുകയും ചെയ്തു. അങ്ങനെ അന്ന് തന്നെ വൈക്കിങ്ങുകളുടെ രാജാവിൻ്റെ ശരീരം അവരുടെ വിശ്വാസപ്രകാരം സംസ്കരിക്കപ്പെട്ടു. വൈക്കിങ്ങുകളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരിക്കലും ഒരു അവസാനമല്ല, അത് യോദ്ധാക്കളുടെ പർദീസയായ വൽഹലയിലെ ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണ്. മരണം ദുഃഖിക്കാനുള്ളതുമല്ല, മരിച്ച യോദ്ധാക്കളെ അവരുടെ നിത്യമായ ജീവിതത്തിലേക്ക് യാത്രയയക്കുകയാണ് വേണ്ടത്. ഒരു കവിയായിരുന്നതുകൊണ്ട് തന്നെ വൈക്കിങ്ങുകളുടെ ഭാഷ കുറേശ്ശെ വശമുണ്ടായിരുന്നുവെങ്കിലും ഹെർഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെൽക്കിസിദക്ക് അഹമ്മദിന് തർജ്ജമ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഇരിക്കെയാണ് പിറ്റേന്ന് ആ തീരത്ത് മറ്റൊരു നൗകയിൽ ഒരു ആൺകുട്ടിയും കുറച്ച് ആളുകളും എത്തുന്നത്. ദൂരെ വടക്ക് വൈക്കിങ്ങുകളുടെ ദേശത്ത് നിന്ന് ഹ്രോത്ഗാർ എന്ന രാജാവിൻ്റെ സന്ദേശവുമായിട്ടായിരുന്നു രാജാവിൻ്റെ ഇളയ മകൻ കൂടിയായ കുട്ടി അവിടേക്ക് എത്തിയത്. തങ്ങളുടെ ദേശത്തേക്ക് മൂടൽ മഞ്ഞിൽ മറഞ്ഞിരിക്കുന്ന ആ ഭീകരശക്തി എത്തിയിരിക്കുന്നുവെന്നും തങ്ങളുടെ നാട്ടിലെ മനുഷ്യരെയെല്ലാം അവ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നും തങ്ങളെ സഹായിക്കണമെന്നുമാണ് ആ കുട്ടി ബുൾവയെ അറിയിച്ചത്. കെട്ടുകഥകളിൽ മാത്രം തങ്ങൾ കേട്ടിരിക്കുന്ന ആ ഭീകരശക്തിയുടെ പേര് പറയാൻ ധീരരായ ആ യോദ്ധാക്കൾ പോലും മടിച്ചു. വാർത്തയറിഞ്ഞ ഉടൻ തന്നെ ബുൾവൈ ഒരു വൃദ്ധയായ മന്ത്രവാദിനെ അവിടേക്ക് വിളിപ്പിച്ചു. കുറച്ച് അസ്ഥിക്കഷ്ണങ്ങൾ ആ നിലത്തേക്കെറിഞ്ഞ് അവർ മന്ത്രങ്ങൾ ഉരുവിടാൻ ആരംഭിച്ചു. മന്ത്രോച്ചാരണങ്ങൾക്കൊടുവിൽ ആ വൃദ്ധ അരുൾ ചെയ്തു, ആ ദുഷ്ടശക്തിയെ നേരിടാൻ ആ നാട്ടിലേക്ക് 13 യോദ്ധാക്കൾ പോവേണം. 13 യോദ്ധാക്കളിൽ ഒരുവനായി താൻ തന്നെ പോയിക്കൊള്ളാമെന്ന് ബുൾവൈയാണ് ആദ്യം പറഞ്ഞത്. ബുൾവൈക്കൊപ്പം തങ്ങളും പോയിക്കൊള്ളാമെന്ന് ഓരോ യോദ്ധാക്കളായി ആവേശത്തോടെ സമ്മതിച്ചു. 12 പേർ ആ യാത്രയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നതോടെ ആ മന്ത്രവാദിനി ഇങ്ങനെ പറഞ്ഞു, ആ നാട്ടിലേക്ക് പോകുന്ന 13ാമൻ ഒരിക്കലും നമ്മളിൽ ഒരാളാവാൻ പാടില്ല. ആ സ്ത്രീ അത് പറഞ്ഞയുടൻ ആ കൂടാരത്തിലെ മനുഷ്യരുടെ എല്ലാം കണ്ണ് അഹമ്മദിലേക്കാണ് തിരിഞ്ഞത്. വൃദ്ധനായ മെൽക്കിസിദക്കിനെ ഒരിക്കലും അവർ കൂടെ കൊണ്ടുപോകില്ല. പിന്നെ പുറത്തു നിന്നുള്ളൊരാൾ അഹമ്മദ് മാത്രമായിരുന്നു. വാളുമേന്തി നിൽക്കുന്ന അജാനുബാഹുക്കളായ മനുഷ്യർക്ക് മുന്നിൽ താൻ വരാമെന്ന് സമ്മതിക്കുകയല്ലാതെ അഹമ്മദിന് വേറെ മാർഗങ്ങളില്ലായിരുന്നു. അങ്ങനെ ഒട്ടും സമയം വൈകാതെ ആ 12 പോരാളികൾക്കൊപ്പം അഹമ്മദും
വടക്കോട്ടേക്ക് യാത്ര തിരിച്ചു. യാത്രയിൽ ഒരിടത്ത് തമ്പടിക്കുന്നതിനിടയ്ക്ക് ആ യോദ്ധാക്കൾ അഹമ്മദിനെയും അയാളുടെ കുതിരയും പരിഹസിക്കുന്നുണ്ട്. നായയുടെ വലിപ്പമുള്ള ഈ കുതിരയുമായി ആരെങ്കിലും യുദ്ധത്തിന് പോകുമോ? ആ മന്ത്രവാദിനി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ദുർബലനെ കൂടെ കൂട്ടേണ്ടി വന്നത്. മാത്രമല്ല, അഹമ്മദിനൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതി തികഞ്ഞ അശ്ലീലമായിരുന്നു ആ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നത് മാർത്തു ചിരിച്ചതും. പക്ഷെ അവരുടെ ഭാഷ നന്നായി അറിയില്ലായിരുന്നുവെങ്കിലും അതെല്ലാം അഹമ്മദിന് മനസ്സിലായിരുന്നു. അവർ പറഞ്ഞതിനെല്ലാം ഉചിതമായ മറുപടി തനിക്കറിയാവുന്നതുപോലെ അഹമ്മദ് അവരുടെ ഭാഷയിൽ തിരിച്ചു പറഞ്ഞപ്പോൾ ആ മനുഷ്യർ എളുപ്പരായിപ്പോയി എന്ന് തന്നെ പറയാം. ഈ മനുഷ്യൻ തങ്ങളെപ്പോലെയല്ല, നന്നേ അറിവുള്ളവനാണ് എന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് ശബ്ദങ്ങൾ വരയ്ക്കാൻ കഴിയുമോ എന്ന് ബുൾവൈ അഹമ്മദിനോട് ചോദിച്ചു. വാക്കുകൾ എഴുതാൻ അറിയാമോ എന്നായിരുന്നു ആ ചോദ്യത്തിൻ്റെ അർത്ഥം. തനിക്ക് എഴുതാൻ അറിയാമെന്ന് അഹമ്മദ് പറഞ്ഞപ്പോൾ ആ മനുഷ്യർ അത്ഭുതപ്പെട്ടു. കാരണം എഴുതാനും വായിക്കാനും അറിയുക എന്നത് അക്കാലത്ത് നിസ്സാരമായൊരു കാര്യമായിരുന്നില്ല. ഇതോടെ ആ മനുഷ്യർക്ക് അഹമ്മദിനോടുള്ള ബഹുമാനം വർദ്ധിച്ചു. പിന്നീട് അയാളെ ആരും പരിഹസിച്ചതുമില്ല. അങ്ങനെ അവർ വീണ്ടും ആ യാത്ര തുടർന്നു. കരയും താണ്ടി കടലിലേക്ക് ആ യാത്ര നീണ്ടു. വീശിയടിക്കുന്ന കാറ്റിനെയും കടലിനെയും ആ മനുഷ്യർ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അഹമ്മദാകട്ടെ തൻ്റെ വിധിയെയും പഴിച്ച കപ്പലിൻ്റെ ഒരു മൂലയ്ക്ക് ഭയന്നിരിക്കുകയായിരുന്നു. എന്തു തന്നെയായാലും കൊടുങ്കാറ്റടങ്ങിയപ്പോൾ ആ കപ്പൽ മറുകരയോടടുത്തിരുന്നു. മുന്നോട്ടുള്ളവരുടെ കാഴ്ചയെ മറയ്ക്കും വിധം തിങ്ങിക്കെട്ടി നിന്നിരുന്ന മൂടൽമഞ്ഞ് തുളച്ച് തീയം പെയ്തു വിട്ടപ്പോൾ അത് ആ കരയിലാണ് തറച്ചത്. തങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. കരയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിനി ആവശ്യം വരുമെന്ന് പറഞ്ഞ് ഹെർഗർ ഒരു വാൾ അഹമ്മദിന് എറിഞ്ഞു കൊടുത്തു. പക്ഷേ വൈക്കിങ്ങളുടെ ആ കൂറ്റൻ വാള് അഹമ്മദിന് ഉയർത്താൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. തീരത്ത് കപ്പലെടുക്കുന്ന കണ്ട് അവിടേക്കെത്തിയ ഒരു വൃദ്ധൻ അവരെ ആ ഗ്രാമത്തിലേക്ക് നയിച്ചു. മൂടൽ മഞ്ഞ് പുതച്ച മലമടക്കുകൾക്കിടയിലെ ഒരു മനോഹര ഗ്രാമം. പക്ഷേ ആ മഞ്ഞിനു പിറകിൽ ഒളിച്ചിരിക്കുന്ന ഭീകരതയോടുള്ള ഭയമായിരുന്നു ആ ഗ്രാമത്തിലെ ഓരോ മനുഷ്യൻ്റെയും മുഖത്ത്. കൂടുതലും സ്ത്രീകളും കുട്ടികളും വൃദ്ധരും. യുവാക്കളായ പുരുഷന്മാരധികമില്ല. ഒരുപക്ഷെ ഇതിനോടകം ആ ഭീകര സത്വങ്ങൾ അവരെയെല്ലാം കൊന്നതായിരിക്കണം. അങ്ങനെ ബുൾവയും സംഘവും ആ നാടിൻ്റെ രാജാവായ ഹ്രോദ്ഗാറിനടുത്തേക്കെത്തി. ബുൾവയുടെ അച്ഛൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന ആ വൃദ്ധനായ രാജാവിൻ്റെ മുഖത്തും ഭീതി തന്നെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. രാജാവ് പോലും അത്രയും ഭയപ്പെടുന്നുവെങ്കിൽ ആ ഗ്രാമീണരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. 100 വർഷങ്ങൾക്ക് മുൻപ് മൂടൽമഞ്ഞിൽ മറഞ്ഞിരിക്കുന്ന ഈ സത്വങ്ങൾ നാടായ നാടുകളിലാകെ ഭീതി വിതച്ചിരുന്നു. കെട്ടുകഥകളിൽ കേട്ടതല്ലാതെ നമ്മളാരും ഇവയെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ബുൾവയും സംഘവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ദൂരെ കാട്ടിൽ നിന്നൊരു കുട്ടി ഓടി വരുന്നത് അഹമ്മദ് കാണുന്നത്. വേഗം തന്നെ അവർ കുതിരപ്പുറത്തേറിയ കുട്ടിക്കിടത്തേക്ക് പാഞ്ഞു ചെല്ലുമ്പോൾ അവൻ്റെ ശരീരത്തിലാകെ രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു. അവൻ എന്തിനെയോ കണ്ട് വല്ലാതെ ഭയന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. കാടിനുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുറച്ച് കുടിലുകളുണ്ടെന്നും ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം ഇവൻ ഓടി വന്നത് എന്നും ഹ്രോദ്ഗാറിൻ്റെ ഭാര്യയായ വെയിലി അവരോട് പറഞ്ഞു. സമയം ഒട്ടും വൈകിക്കാതെ അവർ ആ കാടിനുള്ളിലെ കുടിലുകൾക്കടുത്തേക്ക് പുറപ്പെട്ടു. കുതിരപ്പുറത്ത് നിന്നിറങ്ങി ശബ്ദമുണ്ടാക്കാതെ അവർ ആ കുടിലുകൾക്കടുത്തേക്കെത്തി. ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ ഭയന്നു നിന്ന അഹമ്മദിനോട് ഞാൻ പറയാതെ ഒരടി പോലും മുന്നോട്ട് വെക്കരുത് എന്നാണ് ആ കൂട്ടത്തിലെ ഹൈഗ്ലക്ക് എന്ന മനുഷ്യൻ മുന്നറിയിപ്പ് കൊടുത്തത്. ആ കുടിലുകൾക്കുള്ളിലേക്ക് കയറി പരിശോധിച്ച ബുൾവയും സംഘവും നിരാശരായാണ് പുറത്തേക്കിറങ്ങിയത്. എന്താണതിന് കാരണമെന്ന് മനസ്സിലാകാതെ ആ കുടിലുകൾക്കുള്ളിലേക്ക് കയറിയ അഹമ്മദ് തൻ്റെ മുന്നിലെ കാഴ്ച കണ്ട് തരിച്ചു നിന്നുപോയി. തലയില്ലാത്ത ഒരു മനുഷ്യ ശരീരം അതിനുള്ളിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്നു. മറ്റു പല ശരീരങ്ങളും കൈകളും കാലുകളും അറുത്തെടുത്ത നിലയിൽ. മനുഷ്യ ശരീരങ്ങൾ കശാപ്പ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ആ കുടിലിനുള്ളിൽ. തൻ്റെ മുന്നിലെ ആ ഭീകര ദൃശ്യം കണ്ട് അഹമ്മദ് ഛർദ്ദിച്ചു പോയി. തങ്ങൾ കേട്ടതൊന്നും കെട്ടുകഥ മാത്രമല്ല എന്ന് ബുൾവയും സംഘവും തിരിച്ചറിഞ്ഞു. മനുഷ്യനെ കൊന്നു തിന്നുന്ന ആ ഭീകരജീവികൾ തങ്ങൾക്ക് തൊട്ടരികിലെവിടെയോ ഉണ്ട്. കെട്ടുകഥയിലെ വെറും ദുഷ്ടശക്തി മാത്രമല്ല, തങ്ങളുടെ ശത്രുക്കളാണിപ്പോൾ അവയെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഹെർഗർ അവയുടെ പേര് പറയുന്നത്. വെൻഡോലുകൾ, മനുഷ്യനെ കൊന്നു തിന്നുന്ന ഭീകര സത്വങ്ങൾ. ചോരയിൽ കുതിർന്ന ആ കുടിലുകൾക്ക് ചുറ്റും പരിശോധിക്കുമ്പോഴാണ് ചെറിയൊരു ശില്പം അവരുടെ കണ്ണിൽപ്പെടുന്നത്. തലയും കൈകാലുകളുമില്ലാത്ത ആ സ്ത്രീരൂപം വെൻഡോലുകളുടെ മാതാവാണ് എന്ന് ഹൈഗ്ലക്ക് പറഞ്ഞു. കരടിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ അവരവിടെ കണ്ടെത്തിയെങ്കിലും അതവിടുത്തെ പാറക്കെട്ടുകളിൽ അവസാനിച്ചിരുന്നതുകൊണ്ട് തന്നെ ബുൾവയ്ക്കും സംഘത്തിനും അതിന് പിന്നാലെ പോകാൻ കഴിഞ്ഞില്ല. തിരികെയുള്ള യാത്രയിൽ തങ്ങൾക്കടുത്തുള്ള കാടുകളിൽ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത് ആ സംഘം കാണുന്നുണ്ട്. കാടിനുള്ളിൽ മറ്റാരുടെയോ സാന്നിധ്യമുണ്ട്.
മൃഗങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. തങ്ങളെ പിന്തുടർന്നവർ തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ബുൾവയ്ക്കും സംഘത്തിനും മനസ്സിലായി. അന്നേ ദിവസം രാത്രിയിലാണ് വെൻഡോലുകളെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ രാജാവ് അവരോട് പറയുന്നത്. മൂടൽമഞ്ഞിനൊപ്പമാണ് അവർ വരുന്നത്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഗ്രാമങ്ങളും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. വാർത്തകളൊന്നും അവിടെ നിന്നിപ്പോൾ ഇവിടേക്ക് എത്തുന്നില്ല. കാരണം അവിടെ മനുഷ്യരാരും അവശേഷിക്കുന്നില്ല. വെൻഡോലുകളെ നേരിൽ കണ്ടിട്ടുള്ള ഒരേ ഒരു മനുഷ്യനെ ആ ഗ്രാമത്തിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സിംഹങ്ങളുടെ കൂർത്ത പല്ലുകളുള്ള, കരടിയുടെ തലയും നീണ്ടു കൂർത്ത നഖങ്ങളുമുള്ളൊരു ഭീകര രൂപം. ചിലപ്പോഴൊക്കെ 2 കാലിലാണ് അവ നടക്കുക, മറ്റു ചിലപ്പോൾ കരടികളെപ്പോലെ 4 കാലിലും. ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ അവരെ അഗ്നിനാഗത്തെയും കൂടെ കൂട്ടും. വലിയൊരു മലയാകെ വരിഞ്ഞു മുറുക്കാൻ ശേഷിയുള്ള 100 കപ്പലുകളുടെ നീളമുള്ള ഭീമാകാരമായൊരു നാഗം. വൃദ്ധനായ ആ മനുഷ്യനത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ മൂടൽമഞ്ഞുണ്ടായേക്കുമെന്ന് യോദ്ധാക്കളിൽ ഒരുവനായ എട്ടോ ബുൾവയെ അറിയിച്ചു. ഇത് കേട്ട ഉടനെ ഇന്ന് ആരും മദ്യപിക്കരുത് എന്നാണ് അഹമ്മദ് ഹർഗറിനോട് പറഞ്ഞത്. സമയം ഒട്ടും വൈകിക്കാതെ തന്നെ ഇവർ സ്ത്രീകളെയും കുട്ടികളെയും ദുർബലരായ വൃദ്ധരെയും അവിടെയുണ്ടായിരുന്ന നിലവറയിലേക്ക് കയറ്റി സുരക്ഷിതരാക്കി. ശേഷം ആ മൂടൽമഞ്ഞെത്തുന്നതും കാത്ത് ആ 12 യോദ്ധാക്കളും അഹമ്മദും ആ വലിയ മാളികയിൽ കാത്തിരുന്നു. പാതിരാവിൽ ഗ്രാമം ഉറങ്ങിയപ്പോൾ പതിയെ മലമുകളിൽ നിന്ന് ആ മൂടൽമഞ്ഞ് ഇറങ്ങി വരാൻ തുടങ്ങി. അപ്പോഴും കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന അഹമ്മദും സംഘവും തങ്ങൾക്ക് ചുറ്റിലുമായി ചെറിയ അനക്കങ്ങൾ കേട്ടു തുടങ്ങി. വെൻഡോലുകൾ തങ്ങൾക്കടുത്തേക്ക് എത്തിയെന്ന് മനസ്സിലായപ്പോൾ ആ യോദ്ധാക്കൾ തങ്ങളുടെ വാളുകളിൽ മുറുക്കെ പിടിച്ചു. പെട്ടെന്നവിടെ ഉണ്ടായിരുന്ന ഭിത്തി തകർത്ത് ഘോര ശബ്ദങ്ങളോടെ ഭീകരരൂപങ്ങൾ അവർക്ക് നേരെ ചാടി വീണു. ഇരുട്ടെങ്കിലും മൂങ്ങയുടെ കാഴ്ചയുണ്ടായിരുന്ന ആ യോദ്ധാക്കൾ അവയ്ക്ക് നേരെ തങ്ങളുടെ വാളുകൾ ആഞ്ഞു വീശി. വെൻഡോലുകളുടെ ആക്രമണത്തിനിടയ്ക്ക് അഹമ്മദിന് നേരെ പാഞ്ഞു വന്ന ഒന്നിനെ അയാൾ കുത്തി വീഴ്ത്തുന്നുണ്ട്. മറ്റു യോദ്ധാക്കളുടെ വെട്ടേറ്റവയിൽ പലതും ഘോരമായി നിലവിളിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഇടയ്ക്കായ യോദ്ധാക്കളിൽ പലരുടെയും തലകൾ വെൻഡോലുകൾ ഛേദിക്കുകയും ചെയ്തു. തങ്ങൾ നേരിടുന്നവർ ദുർബലരായ ഗ്രാമീണരല്ല എന്ന് മനസ്സിലായിട്ടാവണം വേഗം തന്നെ ആ ഭീകരരൂപികൾ അവിടെ നിന്ന് പിന്മാറി. പിന്നീട് പന്തം കത്തിച്ചു നോക്കുമ്പോൾ തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന 2 യോദ്ധാക്കളുടെ തലയില്ലാത്ത ജഡങ്ങൾ അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. പക്ഷേ കരടിയുടേതുപോലെ ഒരു കൈപ്പത്തി ഒഴികെ തങ്ങൾക്കൊന്ന ഒരൊറ്റ വെൻഡോലുകളെപ്പോലും അവർക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. ജീവനോടെ ശേഷിച്ച വെൻഡോലുകൾ മരിച്ചവയുടെ ശരീരവുമായിട്ടാണ് അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. ഒരുപക്ഷെ അവ എന്താണെന്ന് തങ്ങൾ മനസ്സിലാക്കരുത് എന്നുള്ളതുകൊണ്ടാവാം അവർ അങ്ങനെ ചെയ്തത് എന്നാണ് അഹമ്മദ് പറഞ്ഞത്. പക്ഷേ ഇതോടെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. വെൻഡോലുകൾ ചെകുത്താന്മാരല്ല, ചുടുരക്തമുള്ള ജീവിക്കുന്ന ജീവികൾ തന്നെയാണവ. രക്തമുണ്ടെങ്കിൽ അതിനർത്ഥം അവയെ കൊല്ലുവാനും സാധിക്കും. ഇനി ഒട്ടും വൈകിക്കേണ്ടതില്ല. ശക്തമായ വേലികൾ കിട്ടിയാൽ അവയെ തടയാൻ സാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ നേരം പുലരും മുന്നേ തന്നെ ബുൾവയും സംഘവും ആ ഗ്രാമീണർക്കൊപ്പം ചേർന്ന് കൂറ്റൻ വേലികൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. കൂർത്ത കമ്പുകൾ കുത്തിനാട്ടി വേലികൾ നിർമ്മിക്കാൻ അവിടുത്തെ സ്ത്രീകളും കുട്ടികളും പോലും അവർക്കൊപ്പം ചേർന്നു. പക്ഷെ അതിലെ ഒരു വലിയ കമ്പ് മുറിക്കാനായി വൈക്കിങ്ങുകളുടെ ആ വാള് ശരിയായി ഉയർത്താൻ പോലും മുഹമ്മദിന് കഴിഞ്ഞില്ല. ഈ കൂറ്റൻ വാളുകൊണ്ട് വെൻഡോലുകളെ നേരിടാൻ നിന്നാൽ തൻ്റെ തലയുമായിട്ടായിരിക്കും അടുത്ത തവണ അവർ പോകുക എന്ന് മനസ്സിലായ അഹമ്മദ് വേഗം തന്നെ ആ വാളുമായി അവിടെ ഉണ്ടായിരുന്നൊരു കൊല്ലൻ്റെ അടുത്തേക്കെത്തി. ശേഷം അഹമ്മദ് ആ കൂറ്റൻ വാള് കനം കുറഞ്ഞൊരു പേർഷ്യൻ വാളാക്കി മാറ്റി. പിന്നീട് അതുമായി എല്ലാവരുടെയും മുന്നിൽ കുറച്ച് അഭ്യാസങ്ങളൊക്കെ അയാൾ കാണിച്ചുവെങ്കിലും നിനക്കെന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഈ വാളെൻ്റെ മകൾക്ക് കൊടുത്തോട്ടെ എന്ന് ചോദിച്ച് വീത്ത അയാളെ പരിഹസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ വീണ്ടും ജോലികൾ തുടരുന്നതിനിടയ്ക്കാണ് വെള്ളവുമായി ഓൾഗ എന്നൊരു പെൺകുട്ടി അഹമ്മദിനടുത്തേക്ക് വരുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഓൾഗയായിരുന്നു വെൻഡോലുകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അഹമ്മദിൻ്റെ മുറിവുകൾ പരിചരിച്ചത്. ഭയപ്പെടേണ്ട, മുറിവുകൾ ഉണങ്ങിക്കൊള്ളുമെന്ന് അവൾ അഹമ്മദിനെ അറിയിച്ചു. കുറച്ചുനേരം അയാളുമായി സംസാരിച്ച ശേഷം ഗ്രാമീണരുടെ ഒരു ഭയവും അവളെ അയാളെ അറിയിച്ചു. ചിലപ്പോൾ ഇന്ന് രാത്രി അവർ ആ അഗ്നിനാഗത്തെയുമായി മലയിറങ്ങി വരുമെന്നാണ് ഗ്രാമത്തിലുള്ളവർ ഭയപ്പെട്ടിരുന്നത്. പക്ഷെ എന്തൊക്കെ സത്യമാണെങ്കിലും ഇപ്പറയുന്ന പോലെ തീ തുപ്പുന്ന 100 കപ്പലുകളുടെ നീളമുള്ള പാമ്പുകളൊന്നും ഇല്ല എന്നാണ് അഹമ്മദ് പറഞ്ഞത്. വെറുമൊരു കെട്ടുകഥ മാത്രമാണത് എന്നാണ് അയാൾ വിശ്വസിച്ചത്. പക്ഷെ എന്തു തന്നെയായാലും ആ ഗ്രാമത്തിലാകെ വലിയ വേലികൾ തീർത്ത് അവർ ജാഗ്രതയോടെയിരുന്നു. ഇതിനെല്ലാം ഇടയ്ക്ക് കുറച്ചകലെയായി കാവലിരിക്കുന്ന എഡ്തോയ്ക്ക് ഭക്ഷണവുമായി ചെന്നപ്പോഴാണ് അഹമ്മദ് അകലെയായി വലിയൊരു ഇടിമുഴക്കം കേൾക്കുന്നത്. പെട്ടെന്ന് അവിടെ ഒരു മഴ പെയ്തേക്കുമെന്നാണ് അഹമ്മദ് കരുതിയതെങ്കിലും അയാൾ ആ കേട്ടത് ഇടിമുഴക്കമായിരുന്നില്ല. കുറെ ദൂരെയായി ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. അവിടെ തിരകൾ ശക്തിയായി പാറകളിൽ അടിക്കുന്നതാണ് മുഴക്കം പോലെ ഇവിടെ കേൾക്കുന്നത് എന്ന്
എഡ്തോ അഹമ്മദിനോട് പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദൂരെ മൂടൽമഞ്ഞ് മലയിറങ്ങി വരുന്നത് അവർ കാണുന്നത്. പിന്നാലെ അകലെ നിന്ന് വലിയ കുഴൽവിളികളും കേട്ടു തുടങ്ങി. അപ്പോഴാ മലമുകളിലേക്ക് നോക്കി അവർ കാണുന്നത് തീ പോലെ തിളങ്ങുന്നൊരു വലിയ നാഗം ആ മലയിറങ്ങി വരുന്നതാണ്. വേഗം തന്നെ എഡ്തോ മണിമുഴക്കിയ വിവരം ഗ്രാമത്തിൽ അറിയിച്ചു. പെട്ടെന്ന് തന്നെ അവർ സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതരാക്കി കൂർത്ത തടികളും കമ്പുകളും കൊണ്ടവർ ആ ഗ്രാമത്തിന് പ്രതിരോധം തീർത്തു. മൂടൽ മഞ്ഞിനൊപ്പം മലയിറങ്ങിയ ഗ്രാമത്തിലേക്ക് എടുക്കുന്ന നാഗത്തെ കണ്ട അഹമ്മദിന് താൻ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭയന്ന് വിറച്ച് എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൂരെ ഒറ്റപ്പെട്ടു പോയൊരു പെൺകുട്ടി ആ ഗ്രാമത്തിലേക്ക് ഓടി വരുന്നത് അവർ കാണുന്നത്. മലയിറങ്ങി വരുന്ന ആ നാഗം അവളുടെ തൊട്ടരികിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്നും ആലോചിക്കാതെ അഹമ്മദ് വേഗം തന്നെ ആ കുതിരപ്പുറത്ത് കയറി വേലികൾക്ക് മുകളിലോട് ചാടി ആ കുട്ടിക്കടുത്തേക്ക് ചെന്നപ്പോഴാണ് അയാൾ ആ സത്യം മനസ്സിലാക്കിയത്. മലയിറങ്ങി വരുന്നത് അഗ്നിനാഗമല്ല, മറിച്ചത് പന്തം കൊളുത്തി ഗ്രാമത്തിലേക്ക് എടുക്കുന്ന വെൻഡോലുകളുടെ ഒരു വലിയ കുതിരപ്പടയാണ്. വേഗം തന്നെ അഹമ്മദ് ആ കുട്ടിയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഗ്രാമത്തിലെത്തി ബുൾവയെയും സംഘത്തെയും ഇക്കാര്യം അറിയിച്ചു. 100 കണക്കിന് വരുന്ന വെൻഡോലുകൾ തീക്കടൽ പോലെ ആ താഴ്വരയിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ ഗ്രാമത്തിലുണ്ടായിരുന്ന സ്ത്രീകളുമായി യോദ്ധാക്കൾക്കൊപ്പം അണിചേർന്നു. ഭൂമിയാകെ കുലുങ്ങുന്ന പ്രകമ്പനത്തോടെ കുതിരകൾക്ക് പുറത്ത് വെൻഡോലുകൾ ആ ഗ്രാമത്തിലേക്ക് പാഞ്ഞെടുത്തു. ശേഷം അവയെ തീപ്പന്തങ്ങൾ ആ ഗ്രാമത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പന്തങ്ങൾ വീണ ഗ്രാമത്തിലെ കുടിലുകൾക്ക് തീ പിടിച്ചു. പിന്നാലെ യോദ്ധാക്കൾക്കും ഗ്രാമീണർക്കും നേരെ ശരവർഷവും തുടങ്ങി. ബുൾവയും സംഘവും തിരിച്ചമ്പുകളെയ്ത് വെൻഡോലുകളെയും കൊന്നുവീഴ്ത്താൻ ആരംഭിച്ചു. സ്ത്രീകൾ അവയെറിഞ്ഞ തീപ്പന്തങ്ങൾ വെള്ളമൊഴിച്ച് കെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹെർഗറും അഹമ്മദും ഉൾപ്പെടെയുള്ള യോദ്ധാക്കൾ ഗ്രാമത്തിനുള്ളിലേക്ക് കയറിയ വെൻഡോലുകളെ പ്രതിരോധിച്ചു നിന്നു. പക്ഷേ ഇതിനിടയ്ക്ക് അഹമ്മദിനെ ആക്രമിച്ചൊരു വെൻഡോലിനെ അയാൾ വെട്ടി വീഴ്ത്തിയപ്പോഴാണ് അയാളത് മനസ്സിലാക്കിയത്. വെൻഡോലുകൾ കരടിത്തലയണിഞ്ഞ മനുഷ്യരാണ്. താൻ മനസ്സിലാക്കിയ ആ സത്യം അയാൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ആർത്തു വിളിച്ചുകൊണ്ട് അവിടേക്ക് കയറി വന്ന വെൻഡോലുകളെയെല്ലാം അഹമ്മദ് വെട്ടിവീഴ്ത്താൻ ആരംഭിച്ചു. വെറും മനുഷ്യരാണ് അവരെന്ന് മനസ്സിലാക്കിയപ്പോൾ വൈക്കിങ്ങുകൾക്ക് ആ പോരാട്ടം അനായാസമായെങ്കിലും ഗ്രാമത്തിന് കുറുകെ അവർ നിർമ്മിച്ച വേലികൾ തകർത്ത് കൂടുതൽ വെൻഡോലുകൾ അപ്പോഴവിടേക്ക് പ്രവേശിച്ചു. വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവിടെ നിന്ന് ഓടി ഒളിച്ചു. വെൻഡോലുകളാകട്ടെ ആ ഗ്രാമത്തിലൂടെ പാഞ്ഞു വന്ന് കയറിയത് ബുൾവയും സംഘവും ഇരുട്ടിൽ ഒളിച്ചു വെച്ചിരുന്ന കൂർത്ത കമ്പുകൾക്ക് മുകളിലേക്കാണ്. കുതിരകളെയുമായി മുന്നിൽ വന്ന വെൻഡോലുകളെല്ലാം കൂർത്ത കമ്പുകൾ തുളച്ചു കയറി മരിച്ചുവെങ്കിലും ശേഷിച്ച വെൻഡോലുകൾ അകത്തേക്ക് കടക്കും മുന്നേ ആ കാട്ടിൽ നിന്ന് വീണ്ടും ഒരു കുഴൽവേലി ഉയർന്നു. ആ ശബ്ദം കേട്ടതോടെ ആ ഗ്രാമമാകെ അഗ്നിക്കിരയാക്കി നരഭോജികളായ മനുഷ്യർ കാട്ടിലേക്ക് കയറി മറിഞ്ഞു. തങ്ങൾ വിജയിച്ചതല്ല, മറ്റെന്തോ കാരണം കൊണ്ടവർ പിന്മാറിയതാണ് എന്ന് അഹമ്മദിന് മനസ്സിലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവർക്കൊപ്പമുണ്ടായിരുന്ന 4 യോദ്ധാക്കൾ കൂടി കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഹെർഗറിനാകട്ടെ ആ മരണങ്ങളിൽ ഒരു ദുഃഖവും ഉണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരങ്ങൾ വൽഹാലയിലേക്ക് എത്തിയതിൻ്റെ സന്തോഷമായിരുന്നു അയാൾക്ക്. പക്ഷേ ഓൾഗയ്ക്കും മറ്റ് ഗ്രാമീണർക്കും അങ്ങനെ ആയിരുന്നില്ല. നാം എല്ലാം ഇവിടെ മരിക്കാൻ പോവുകയാണല്ലേ എന്ന് ചോദിച്ച് തൻ്റെ അരികിൽ നിന്നിരുന്ന അഹമ്മദിൻ്റെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചു. വെൻഡോലുകൾ ഇനിയും മടങ്ങി വന്നാൽ അങ്ങനെ സംഭവിച്ചേക്കുമെന്ന് അഹമ്മദിനും അറിയാമായിരുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ ആ കോരിച്ചൊരിയുന്ന മഴയിൽ കത്തിയെരിഞ്ഞ കുടിലുകൾക്ക് കീഴിൽ അവരൊന്നിച്ചാണ് ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ വീത്ത് അഹമ്മദിനെ വിളിച്ചുകൊണ്ടുപോയി ഒരു കാഴ്ച കാണിച്ചു. തങ്ങൾ കൊന്നുകളഞ്ഞ വെൻഡോലുകളുടെ ശരീരങ്ങൾ ഇത്തവണ ശേഷിച്ചവർ കൊണ്ടുപോയിരുന്നില്ല. മുഖത്ത് കറുപ്പും ചുവപ്പും ചായം പുരട്ടിയ കരടിത്തലയണിഞ്ഞൊരു ഭീമാകാരനായ മനുഷ്യരൂപം. വെറും മനുഷ്യരാണിവരെങ്കിൽ ഇവർ തീർച്ചയായും ഉറങ്ങും. കുതിരകളുടെ കാൽപ്പാടുകൾ പിന്തുടർന്നാൽ അവർ ഉറങ്ങുന്നിടത്തേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് ബുൾവൈ പറഞ്ഞു. വെൻഡോലുകളെ അങ്ങോട്ട് ആക്രമിക്കാമെന്നാണോ പറയുന്നത് എന്ന് ഹെർഗർ ചോദിച്ചപ്പോൾ നമുക്ക് മുന്നിൽ മറ്റെന്ത് മാർഗമെന്നാണ് ബുൾവൈ ചോദിച്ചത്. വെൻഡോലുകളുടെ കോട്ടയിലേക്ക് പോയി അവരെ ആക്രമിക്കുകയാണ് ബുൾവൈയുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ വെയിലി സമയമൊട്ടും വൈകിക്കാതെ അവരെ ആ കാടിനുള്ളിലൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാടിനുള്ളിലെ ആ ഗ്രാമത്തിലൊരു ഭ്രാന്തിയായ വൃദ്ധ ജീവിച്ചിരുന്നു. വെൻഡോലുകൾ പാർക്കുന്നത് എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതാ പഴയ മന്ത്രവാദിനിക്ക് മാത്രമാണ്. ഭ്രാന്തിയായ ആ സ്ത്രീക്കടുത്തേക്കെത്തി തങ്ങളെ സഹായിക്കണമെന്ന് വെയിലി പറഞ്ഞപ്പോൾ നിങ്ങളുടെ പക്കൽ അവരുടെ ഒരു വസ്തു ഉണ്ടല്ലോ എന്നാണ് ആ വൃദ്ധ ചോദിച്ചത്. വെൻഡോലുകളുടെ ആ മാതാവിൻ്റെ രൂപം അഹമ്മദ് അവർക്ക് നൽകിയപ്പോൾ ഗ്രാമങ്ങളിലെ മനുഷ്യരെയാകെ കശാപ്പ് ചെയ്യുന്ന ഭീകര ജന്മങ്ങളെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ആ സ്ത്രീ അവർക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ മരണം വരെ വെൻഡോലുകളെ കൊന്നുകൊണ്ടിരുന്നാലും അവർ വീണ്ടും ഇരട്ടിയായി തിരികെ വരും. പക്ഷേ നിങ്ങൾക്കവരുടെ വേരറുക്കാൻ സാധിച്ചാൽ അവർ ശിഥിലമായി പോകും. വെൻഡോലുകളുടെ മാതാവാണവൾ.
ശപിക്കപ്പെട്ട ആ മനുഷ്യരുടെ രാജ്ഞിയും ആരാധനാപാത്രവും അവരുടെ അഭയവുമായ നാഗത്തെ കഴുത്തിലണിഞ്ഞ ആ സ്ത്രീയെ കൊല്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾ പാതി വിജയിച്ചു എന്നർത്ഥം. പക്ഷെ അവിടെയും തീരുന്നില്ല. ശക്തിയുടെ പ്രതീകമായ കൊമ്പുകൾ ദേഹത്തണിഞ്ഞ അവരുടെ നേതാവിനെയും കൊല്ലാൻ സാധിച്ചാൽ വെൻഡോലുകൾ പിന്നെ അവശേഷിക്കില്ല. നയിക്കാനും അഭയം തേടാനും ആരുമില്ലാതെയാവുമ്പോൾ ആ ഭീകരരൂപികൾ മാൻകൂട്ടങ്ങളെപ്പോലെ ചിതറിയോടും. ഈ ഉപദേശങ്ങൾ സ്വീകരിച്ച ശേഷം വെൻഡോലുകളുടെ മാതാവ് എവിടെയാണുള്ളത് എന്ന് ബുൾവൈ അവരോട് ചോദിച്ചു. ഭൂമിയാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നത്. ഭൂമിയോട് ചോദിക്കുമെന്ന് മാത്രമാണ് ആ സ്ത്രീ പറഞ്ഞത്. അങ്ങനെ ആ കാടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷം ബുൾവൈയും സംഘവും വെൻഡോലുകളുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അവരുടെ സങ്കേതം തേടി പുറപ്പെട്ടു. പക്ഷേ കാട്ടിലൂടെ അവർ അധിക ദൂരം ഉള്ളിലേക്ക് ചെന്നുവെങ്കിലും വീണ്ടും ആ കാൽപ്പാടുകൾ പാറക്കെട്ടുകളിൽ അവസാനിച്ചു. ആ കാൽപ്പാടുകൾ അവസാനിക്കുന്നിടത്ത് കരടിത്തലകൾ നാട്ടി നിർത്തിയ ഭീമൻ കോലങ്ങൾ അവർ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ കാട്ടിൽ അവരെ എവിടെ അന്വേഷിക്കുമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് അഹമ്മദ് ആ കാര്യം ഓർക്കുന്നത്. വെൻഡോലുകൾ കരടിത്തലയും തോലും ധരിച്ച് കരടികളെപ്പോലെയാണ് പെരുമാറുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ സങ്കേതവും കരടികളുടേതുപോലെ തന്നെയായിരിക്കണം. ഭൂമിയാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ആ വൃദ്ധ പറഞ്ഞത് അഹമ്മദിന് ഓർമ്മ വന്നു. തൻ്റെ സംശയം ശരിയാണെങ്കിൽ ഗുഹകളിലാണ് അവർ താമസിക്കുന്നത്. വേഗം തന്നെ അവർ വലിയ ഗുഹകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പുറപ്പെട്ടു. അഹമ്മദിൻ്റെ സംശയം ശരിയായിരുന്നു. വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന വലിയ പാറക്കെട്ടുകൾക്കിടയിൽ ചെറിയ കുടിലുകൾ അവർക്ക് കാണാൻ സാധിച്ചു. കുടിലുകൾക്ക് കുറച്ചപ്പുറമായി പാറക്കെട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു തൂക്കുപാലവും ഭൂമിക്കടിയിലേക്ക് തുറക്കുന്ന വലിയൊരു ഗുഹാ കവാടവും അവരവിടെ കണ്ടെത്തി. വേഗം തന്നെ ശബ്ദമുണ്ടാക്കാതെ താഴേക്കിറങ്ങി വന്ന് ബുൾവൈയും അഹമ്മദും അവിടുത്തെ കുടിലിൽ നിന്നിറങ്ങി വന്നൊരു വെൻഡോലിനെ അടിച്ചു വീഴ്ത്തി. ശേഷം അയാളുടെ കരടിത്തോലെടുത്തണിഞ്ഞ ഒരുവൻ ഗുഹാ കവാടത്തിലേക്ക് ചെന്ന് അവിടെ കാവൽ നിന്നിരുന്ന വെൻഡോലുകളെയും കൊന്നു വീഴ്ത്തി. പെട്ടെന്ന് തന്നെ അഹമ്മദ് ഉൾപ്പെടെ ശേഷിച്ച യോദ്ധാക്കൾ ആയുധങ്ങളുമായി ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഇരുട്ട് നിറഞ്ഞ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പലയിടങ്ങളിലേക്ക് തുറക്കുന്ന രീതിയിൽ ഗുഹകളുടെ ഒരു വലിയ ശൃംഖലയാണ് അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പാറകളിൽ തട്ടി ശബ്ദമുണ്ടാകാതെ ഇരിക്കാൻ തങ്ങളുടെ ഇരുമ്പ് പടച്ചാട്ടകൾ അവർ ഊരിമാറ്റി. നടുവിലൂടെയുള്ള ആ വീതി കൂടിയ ഗുഹയിലൂടെ ഒരുപാട് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പാറയ്ക്ക് മുകളിൽ ഒരുപാട് വെൻഡോലുകൾ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ശബ്ദമൊട്ടും തന്നെ ഉണ്ടാക്കാതെ ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങി അവർ എത്തുന്നത് വലിയൊരു ഗർത്തത്തിന് മുകളിലൂടെയുള്ള മറ്റൊരു പാലത്തിലേക്കാണ്. ശ്രദ്ധയോടെ ആ പാലവും കടന്നവർ മറ്റൊരു ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുള്ളിൽ വെൻഡോലുകളുടെ മാതാവിൻ്റെ വലിയൊരു രൂപമുണ്ടായിരുന്നു. ഇരുട്ടു നിറഞ്ഞ ആ ഗുഹയിലെ നിലത്തേക്ക് പന്തം നീട്ടിയപ്പോഴാണ് ശരിക്കും അവർ ഞെട്ടിപ്പോയത്. ഗുഹയുടെ തറയിലാകെ മനുഷ്യൻ്റെ അസ്ഥിക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഗുഹാഭിത്തിയിലാകട്ടെ മനുഷ്യരുടെ എണ്ണമില്ലാത്ത തലയോട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നു. ഈ ജന്മങ്ങൾ മനുഷ്യരല്ല എന്ന് അഹമ്മദ് സ്വയം പറഞ്ഞുപോയി. വീണ്ടും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ എത്തിപ്പെടുന്നത് ഭൂമിക്കടിയിലുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ്. വലിയ ശബ്ദത്തോടെ താഴേക്ക് വീഴുന്ന ആ വെള്ളച്ചാട്ടത്തിനപ്പുറമുള്ളൊരു ഗുഹയിൽ കുറച്ച് വെൻഡോലുകൾ പന്തം കൊളുത്തി വെച്ചിരിക്കുന്നുണ്ട്. കുറച്ചുനേരം നിരീക്ഷിച്ചപ്പോൾ അവരെന്തോ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണെന്ന് ബുൾവൈക്കും സംഘത്തിനും മനസ്സിലായി. തങ്ങൾ കാണുന്നത് ശരിക്കും ഒരു പ്രാർത്ഥന തന്നെയാണെങ്കിൽ വെൻഡോലുകളുടെ ആരാധനാപാത്രമായ അവരുടെ മാതാവും അവിടെ തന്നെ ഉണ്ടാവും. ശബ്ദമൊട്ടും തന്നെ ഉണ്ടാക്കാതെ ബുൾവൈയും സംഘവും കയറിൽ തൂങ്ങിയ വെള്ളച്ചാട്ടത്തിന് താഴേക്കെത്തി. ശേഷം ആയുധങ്ങളുമായി അവർ ആ വെള്ളത്തിലൂടെ നീന്തി അപ്പുറമെത്തി. പക്ഷേ ഇതൊന്നും അറിയാതെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന വെൻഡോലുകളെ നിമിഷ നേരം കൊണ്ട് തന്നെ അവർ കൊന്നു വീഴ്ത്തിയെങ്കിലും വേറെയും വെൻഡോലുകൾ ആ ഗുഹയിൽ ഉണ്ടായിരുന്നുവെന്ന് ബുൾവൈയും സംഘവും കണ്ടിരുന്നില്ല. പെട്ടെന്ന് തന്നെ ശബ്ദമുണ്ടാക്കി അവർ കൂടുതൽ വെൻഡോലുകളെ അവിടേക്ക് വിളിക്കുമ്പോൾ ഹെർഗറും അഹമ്മദും ബാക്കിയുള്ളവരും ആ മനുഷ്യർക്ക് മേൽ ചാടി വീണു. ഈ തക്കം നോക്കി ഉള്ളിലിരിക്കുന്ന വെൻഡോലുകളുടെ മാതാവിനെ കൊല്ലുവാനായി ബുൾവൈ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ വേരുകളിൽ മനുഷ്യന്റെ തലയും തലയോട്ടികളും കോർത്തിട്ടിട്ടുണ്ടായിരുന്നു. വേരുകൾക്ക് പിന്നിലായി കഴുത്തിലൊരു നാഗത്തെയും അണിഞ്ഞ സ്ത്രീയും ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് കാവൽ നിന്നിരുന്ന വെൻഡോലിനെ ബുൾവൈ വെട്ടി വീഴ്ത്തിയപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൂർത്ത അസ്ഥികഷ്ണത്തിൽ പാമ്പിൻ വിഷം പുരട്ടിയ ആ സ്ത്രീ ബുൾവൈക്ക് നേരെ ചാടി വീണു. കരടികളെപ്പോലെ ഗർജിച്ചുകൊണ്ട് അവർ ആ അസ്ഥികഷ്ണം കൊണ്ട് ബുൾവൈയെ കുത്താനാഞ്ഞതും അയാൾ അനായാസന അവരുടെ തല വെട്ടിമാറ്റിയെങ്കിലും പാമ്പിൻ വിഷം പുരണ്ട ആയുധം കൊണ്ട് ആ സ്ത്രീ ബുൾവൈയുടെ ശരീരത്ത് കോറിക്കഴിഞ്ഞിരുന്നു. ഇതേ സമയം തന്നെ അഹമ്മദും സംഘവും അവിടെ ഉണ്ടായിരുന്ന വെൻഡോലുകളെല്ലാം കൊന്നു കഴിഞ്ഞിരുന്നുവെങ്കിലും ശബ്ദങ്ങൾ കേട്ട് കൂടുതൽ വെൻഡോലുകൾ അവിടേക്ക് വരാൻ ആരംഭിച്ചിരുന്നു. വിഷമേറ്റ് തളർന്നിരുന്നുവെങ്കിലും നമ്മൾ വന്ന ലക്ഷ്യം വിജയിച്ചുവെന്ന്
ഗുഹയ്ക്ക് പുറത്തേക്ക് വന്ന ബുൾവൈ അവരെ അറിയിച്ചു. പക്ഷേ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി മുകളിലേക്ക് പോയിട്ട് കാര്യമില്ല. കൂടുതൽ വെന്റോലുകൾ മുകളിൽ നിന്ന് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ മരണം ഉറപ്പിച്ച് അവരങ്ങനെ നിൽക്കുന്നതിനിടയ്ക്കാണ് വീത്ത് ഭൂമിക്കടിയിലേക്ക് ഒരു ഇടുങ്ങിയ ഗർത്തം കാണുന്നത്. വെന്റോലുകൾ അവർക്കടുത്തേക്ക് എത്തും മുന്നേ തന്നെ അവർ ആ ഗർത്തത്തിലൂടെ വീണ്ടും ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി. പക്ഷെ അതിനിടയ്ക്ക് ഹെൽഫ്ഡെയിൻ എന്ന യോദ്ധാവ് തളർന്നവിടെ വീണു പോകുന്നുണ്ട്. വെന്റോലുകളുടെ ആക്രമണത്തിൽ അയാൾക്ക് സാരമായി പരിക്കേറ്റിരുന്നു. തീരെ മുന്നോട്ട് പോകാൻ പോലും കഴിയാതിരുന്ന അയാളെ അഹമ്മദ് ചുമന്നുകൊണ്ടുപോകാൻ തുടങ്ങിയെങ്കിലും ഹെൽഫ്ഡെയിൻ അതിന് സമ്മതിച്ചില്ല. ഒരു പോരാട്ടത്തിൽ മരിച്ചു വീഴണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്നിതാ അതിന് നല്ലൊരു ദിവസമാണ്. നിങ്ങളിവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുമെന്നാണ് ഹെൽഫ്ഡെയിൻ അഹമ്മദിനോട് പറഞ്ഞത്. ശേഷം തൻ്റെ സുഹൃത്തുക്കൾക്ക് പിന്നാലെ പോകുന്ന വെന്റോലുകളെ നേരിടാൻ ആ യോദ്ധാവ് അവിടെ തന്നെ ഇരുന്നു. അഹമ്മദാകട്ടെ ബാക്കിയുള്ളവർക്കൊപ്പം ആ ഗുഹയിലൂടെ പിന്നെയും കുറേ ദൂരം മുന്നോട്ട് പോയെങ്കിലും നിരാശയായിരുന്നു ഫലം. കാരണം ആ പാതയുടെ അങ്ങേ തലയിൽ ഗുഹ അവസാനിക്കുകയായിരുന്നു. അതുവഴി ഒഴുകിയിരുന്ന വെള്ളമാകട്ടെ ഒരു വലിയ കുഴിയിലേക്കാണ് പതിക്കുന്നത്. വീണ്ടും നിസ്സഹായരായി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് സംശയിച്ച് നിൽക്കുമ്പോൾ വിഷമേറ്റ ബുൾവൈ വല്ലാതെ തളർന്നു കഴിഞ്ഞിരുന്നു. വെന്റോലുകളുടെ ആർത്തുവിളികൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മരണം മുന്നിൽ കണ്ടിട്ടും ഒരു ഭയവുമില്ലാതെ ഇന്നിവിടെ ചോരമഴ പെയ്യുമല്ലോ എന്ന് പറഞ്ഞ യോദ്ധാക്കൾ അട്ടഹസിക്കുകയാണ്. പക്ഷെ അഹമ്മദിന് നല്ല ഭയമുണ്ടായിരുന്നു. ഭയന്ന് വിറച്ചങ്ങനെ നിൽക്കുന്നതിനിടയ്ക്കാണ് അയാൾ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദങ്ങൾ വീണ്ടും കേൾക്കുന്നത്. പാറകളിൽ തിരയടിച്ച് ഇടിമുഴക്കങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളച്ചാട്ടം തങ്ങൾക്ക് തൊട്ടരികിലാണ് എന്ന് അഹമ്മദ് തിരിച്ചറിഞ്ഞു. തൻ്റെ സംശയം ശരിയാണെങ്കിൽ ഈ കുഴിയിലെ വെള്ളവും പുറത്തേക്കെത്തുന്നത് ആ വെള്ളച്ചാട്ടത്തിനടുത്തു കൂടിയായിരിക്കണം. തീർച്ചയായും അതിനർത്ഥം ഈ കുഴിക്കടിയിൽ അടുത്തെവിടെയോ പുറത്തേക്ക് തുറക്കുന്നൊരു ഭാഗമുണ്ടായിരിക്കണം. സമയം ഒട്ടും വൈകാതെ അവരെല്ലാവരും വെള്ളം നിറഞ്ഞ ആ കുഴിയിലേക്ക് ചാടി. പക്ഷെ അത് വെറും ഒരു കുഴിയായിരുന്നില്ല. ഭൂമിക്കടിയിലേക്ക് തുറക്കുന്ന അഗാധമായൊരു ഗർത്തമായിരുന്നു അത്. പക്ഷെ ആ വെള്ളത്തിലങ്ങ് ദൂരെ അവർക്ക് ചെറിയ വെളിച്ചം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ശ്വാസം പിടിച്ചു വെച്ചവർ വേഗം ആ വെളിച്ചത്തിനടുത്തേക്ക് നീന്തി. പ്രതീക്ഷയുടെ ആ വെളിച്ചം തന്നെയായിരുന്നു പുഴയിലേക്ക് തുറക്കുന്ന ഭാഗവും. മുകളിലേക്ക് നീന്തിയവർ അതിലൂടെ ഒരുവിധം പുഴയിലേക്ക് എത്തിപ്പെട്ടു. വെന്റോലുകളുടെ സങ്കേതത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും തങ്ങളോട് പ്രതികാരം ചെയ്യാൻ അവരെത്തുമെന്ന് ബുൾവൈക്കും സംഘത്തിനും അറിയാമായിരുന്നു. പക്ഷേ ഇനി അവർ വരുമ്പോൾ അവരെ തിരികെ വിളിക്കാൻ വെന്റോലുകളുടെ മാതാവില്ല. സർവനാശം വിതച്ചേ അവർ മടങ്ങൂ. കിട്ടിയ അവസരത്തിൽ അവരുടെ നേതാവിനെ കൂടി കൊല്ലാൻ കഴിയാഞ്ഞത് വലിയ അബദ്ധമായി പോയി എന്ന സംഘത്തിന് മനസ്സിലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും വിഷമേറ്റ തങ്ങളുടെ നേതാവ് വളരെ അവശനായി കഴിഞ്ഞിരുന്നു. താൻ മരിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും ഒരു പോർക്കളത്തിൽ മരിച്ചു വീഴാൻ കഴിഞ്ഞില്ലല്ലോ എന്നത് മാത്രമായിരുന്നു ബുൾവയുടെ ദുഃഖം. നമ്മുടെ ഈ കഥ തലമുറകൾ അറിയണം, നീ അത് എഴുതി വെക്കണമെന്ന് ബുൾവൈ അഹമ്മദിനോട് പറഞ്ഞു. യോദ്ധാക്കളെല്ലാം നിരാശരായിരുന്നുവെങ്കിലും അവരുടെ മുഖത്ത് ഭയമുണ്ടായിരുന്നില്ല. രാത്രി തന്നെ വെന്റോലുകൾ ആക്രമിച്ചേക്കുമെന്നും അതോടെ നാമും ഈ ഗ്രാമവും ഇല്ലാതെയാകുമെന്നും, പക്ഷെ അതോർത്ത് ഭയന്നിരുന്നിട്ട് എന്താണ് കാര്യമെന്നുമാണ് ഹെർഗർ ചോദിച്ചത്. ഇന്ന് രാത്രി അവർ ആക്രമിക്കുമോ എന്ന് അഹമ്മദ് ചോദിക്കുമ്പോഴാണ് ദൂരെ നിന്ന് വീണ്ടും കുഴൽവിളി ഉയരുന്നത്. രാത്രിയിലല്ല, വെന്റോലുകൾ ഇപ്പോൾ തന്നെ ആക്രമിക്കാൻ വരികയാണ്. തങ്ങൾക്കൊപ്പം ഇനി 4 യോദ്ധാക്കൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് യുവാക്കളും ദുർബലരായ വൃദ്ധരും സ്ത്രീകളും കുട്ടികളും. ഇന്നൊരൊറ്റ പകൽ കൊണ്ട് എല്ലാം അവസാനിക്കുകയാണെന്ന് അവർ ഉറപ്പിച്ചുവെങ്കിലും തങ്ങളുടെ കുട്ടികളെല്ലാം സുരക്ഷിതരാക്കി ഗ്രാമത്തിന് ചുറ്റും അവർ പ്രതിരോധങ്ങൾ തീർത്തു. സ്ത്രീകളാകട്ടെ അമ്പും വില്ലുകളുമായി ഗോപുരങ്ങൾക്ക് മുന്നിൽ തയ്യാറായി നിന്നു. മരണകാഹളം മുഴക്കിയ രാക്ഷസന്മാർ അടുത്തു വരികയാണ്. പക്ഷെ ഇത്തവണ അവർക്ക് മൂടൽ മഞ്ഞിൻ്റെ മറ ആവശ്യമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഗ്രാമം മുഴുവൻ അവർ എന്തായാലും കത്തിക്കില്ലല്ലോ എന്നാണ് ഹെർഗർ ആശ്വസിച്ചത്. 100 കണക്കിന് കുതിരകളുടെ പുറത്തായി ആ രാക്ഷസന്മാർ ആ ഗ്രാമത്തിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ തൻ്റെ വാള് ശരിക്കൊന്ന് ഉയർത്താൻ പോലും കഴിയാതെ തീർത്തും അവശനായിരുന്ന ബുൾവൈ ആ ഗ്രാമത്തിന് നടുവിലേക്ക് വന്നു നിന്നു. തൻ്റെ സംഘത്തെ പോരാട്ടത്തിന് പറഞ്ഞയച്ച് ഓടിയൊളിക്കാൻ അയാൾ ശീലിച്ചിട്ടില്ലായിരുന്നു. വാളുമായി തങ്ങളുടെ നേതാവ് ആ പോർമുഖത്തേക്കെത്തിയ കാഴ്ച ആ യോദ്ധാക്കൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ആ പോരാട്ടത്തിൽ മരിച്ചു വീഴാൻ തയ്യാറായ യോദ്ധാക്കൾ കാത്തിരിക്കുമ്പോഴാണ് ദൂരെ അവർ ആ കാഴ്ച കാണുന്നത്. വെന്റോലുകളുടെ കുതിരപ്പടയ്ക്ക് മുന്നിൽ അവനുണ്ടായിരുന്നു. ശക്തിയുടെ പ്രതീകമായ കൊമ്പുകൾ ധരിച്ച അവരുടെ നേതാവ്. തങ്ങൾക്ക് കൊല്ലേണ്ടവനെ തന്നെ ആദ്യം കാണിച്ചു തന്ന തങ്ങളുടെ പൂർവികരോട് ആ യോദ്ധാക്കൾ നന്ദി പറഞ്ഞു. ഗ്രാമം ലക്ഷ്യമാക്കി 100 കണക്കിന് വെന്റോലുകൾ അവർക്ക് നേരെ ഇരമ്പിയാർക്കുമ്പോഴും
ആ യോദ്ധാക്കളുടെ കണ്ണുകൾ അക്കൂട്ടത്തിൽ ഒരുവനെ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. വെൻഡോലുകളുടെ കുതിരപ്പട ആർത്തലച്ച് തങ്ങൾക്കടുത്തേക്ക് എത്തിയതും സധൈര്യമായ യോദ്ധാക്കൾ അവരെ വെട്ടിവീഴ്ത്താൻ ആരംഭിച്ചു. സ്ത്രീകളാകട്ടെ ഗോപുരങ്ങൾക്ക് മുകളിൽ നിന്ന് അവരെ അമ്പെയ്ത് വീഴ്ത്താനും ആരംഭിച്ചു. പക്ഷേ ഇതിനെല്ലാം ഇടയ്ക്ക് തനിക്കടുത്തേക്ക് പാഞ്ഞെടുക്കുന്നവരുടെ കൊമ്പുധാരിയായ നേതാവിനെ ബുൾവൈ കണ്ടു. കുതിച്ചു പാഞ്ഞവൻ അരികിലെത്തിയതും ബുൾവൈ അവനെ കുതിരപ്പുറത്ത് നിന്ന് വെട്ടിവീഴ്ത്തി തൻ്റെ വാൾ അവൻ്റെ വയറ്റിൽ കുത്തിയിറക്കി. തങ്ങളുടെ നേതാവിൻ്റെ അലർച്ച കേട്ട് ആർത്തലച്ചെത്തിക്കൊണ്ടിരുന്ന വെൻഡോൽപ്പട നാനാദിക്കുകളിലേക്ക് ചിതറിയോടി. കാടിനുള്ളിലെ ആ വൃദ്ധ പറഞ്ഞതുപോലെ നയിക്കാനും ആശ്രയിക്കാനും ആളില്ലാതെയായപ്പോൾ രാക്ഷസക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ ശിഥിലമായി പോയി. ഗ്രാമങ്ങളെയാകെ ഭീതിയിലാഴ്ത്തിയ ഭീകരരൂപങ്ങൾ മാൻകൂട്ടങ്ങളെപ്പോലെ വീണ്ടും ആ മൂടൽമഞ്ഞിലേക്ക് കയറി മറഞ്ഞു. പക്ഷേ ഇനി ഒരിക്കലും അവർ തിരികെ വരില്ല. മരണം മുന്നിൽ കണ്ടു നിന്ന അഹമ്മദിനും ബാക്കിയുള്ളവർക്കും ആ കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അപ്പോഴേക്കും ഒരു നേതാവിൻ്റെ കർത്തവ്യം പൂർത്തിയാക്കി ബുൾവൈ ആ പോർക്കളത്തിൽ തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവ് വൽഹാലയിലേക്ക് യാത്രയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ച ശേഷം ഹെർഗർ ആ ഗ്രാമത്തിൽ തന്നെ കൂടാൻ തീരുമാനിച്ചു. വീതിനും എഴുത്തോയ്ക്കുമൊപ്പം അഹമ്മദ് വീണ്ടും അവരുടെ യാത്രകൾ തുടർന്നു. ബുൾവൈ പറഞ്ഞത് പ്രകാരം തങ്ങളുടെ അവിശ്വസനീയമായ കഥ തലമുറകൾ അറിയാനായി അഹമ്മദ് എഴുതി വെച്ചു. പക്ഷേ ആ കഥയുടെ എല്ലാം തുടക്കത്തിൽ ഹെർഗർ അഹമ്മദിനെ പരിഹസിച്ചുകൊണ്ട് തൻ്റെ ആളുകളോട് പറഞ്ഞത് ഭീരുവായ മനുഷ്യൻ ആദ്യ ദിനം തന്നെ ഒളിച്ചോടുമെന്നായിരുന്നു.